നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ട് ടൈം ഇൻവെസ്റ്ററിന്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ SIP സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ, അതുപോലെ തന്നെ SWP സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ, ഇവരുടെ ഒരു പവർ, അവരുടെ ഒരു ബ്യൂട്ടി, അതിനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു സിമ്പിൾ കാൽക്കുലേഷനിലൂടെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ ഒരു ആശയങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. അപ്പൊ ഒരു കാര്യം ഓർത്തിരിക്കുക, SIP എന്ന് പറഞ്ഞാൽ എന്താണ്? സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. ചെറിയ ചെറിയ ഇന്നത്തെ നമ്മുടെ നിക്ഷേപങ്ങൾ അത് പതിയെ പതിയെ കോമ്പൗണ്ട് ആയി ഒരു വലിയ ടൈം ഫ്രെയിമിൽ നമുക്ക് വലിയൊരു ഫൈനാൻഷ്യൽ കോർപ്പസ്, ഒരു വലിയ എമൗണ്ട് ആക്കി നമ്മൾ മാറ്റാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു. അതിനുശേഷം അതിൽ നിന്ന് പതിയെ പതിയെ നമ്മൾ ഇൻകം വിഡ്രോ ചെയ്ത് എടുക്കുന്നു. റെഗുലർ ആയിട്ട് നമ്മൾ പതിയെ പതിയെ വിഡ്രോ ചെയ്ത് നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങുന്നു നമ്മുടെ റിട്ടയർമെന്റ് ലൈഫിൽ. ഒരു കാര്യം ഓർത്തിരിക്കുക, അങ്ങനെ വിഡ്രോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്യാപിറ്റലിനെ ഗ്രോത്ത് അതിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കാൽക്കുലേഷനിലേക്കാണ് പോകുന്നത്. വീഡിയോ വളരെ ഇമ്പോർട്ടന്റ് ആണ്, കംപ്ലീറ്റ് ആയിട്ട് കാണുക. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഒരു പൈ ചാർട്ട് ഞാനിവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പൈ ചാർട്ടാണ്. അതായത് ഞാനൊരു മന്ത്ലി ബഡ്ജറ്റ് ബ്രേക്ക് ഡൗണിന്റെ ഒരു പൈ ചാർട്ടാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ എക്സാമ്പിൾ ആയിട്ട് ഒരു 30,000 രൂപ സാലറി കിട്ടുന്ന ആളുടെ ബഡ്ജറ്റ് എങ്ങനെ പ്ലാൻ ചെയ്യാൻ സാധിക്കും എന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഒരു കാര്യം ഓർത്തിരിക്കുക, ഈ ഒരു 30,000 എന്നുള്ളത് ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഒരുപക്ഷെ 30,000 താഴെ ആയിരിക്കും സാലറി കിട്ടുന്നത്, ചിലപ്പോൾ കൂടുതലായിരിക്കും. അപ്പൊ ഞാനൊരു അപ്രോക്സിമേറ്റ് ഒരു മിഡിൽ ക്ലാസ് മാന് കിട്ടുന്ന ഒരു സാലറി വെച്ചിട്ടാണ് ഞാൻ ഈ കാൽക്കുലേഷൻ കാണിക്കുന്നത്. നിങ്ങളുടേതായ രീതിയിൽ കാൽക്കുലേഷൻസ് മാറ്റാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ ഞാനിവിടെ ഒരു റിട്ടയർമെന്റിന് വേണ്ടി ഇവിടെ ഒരു പോർഷൻ ഞാനിവിടെ ആ ഒരു ടോട്ടൽ സാലറിയിൽ നിന്ന് മാറ്റി വെച്ചു. അത് എത്ര ശതമാനമാണ്? 10% ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ 15 ആക്കാം, വേണമെങ്കിൽ 20 ആക്കാം, അല്ലെങ്കിൽ 5 ആക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഒരു 10% എങ്കിലും മിനിമം മാറ്റി വെക്കുവാണെങ്കിൽ എന്തുമാത്രം ബ്യൂട്ടിഫുൾ ആയിട്ടാണ് മുമ്പോട്ട് കാൽക്കുലേഷൻ പോകുന്നത് നോക്കുക. അപ്പൊ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രാക്ടിക്കൽ അല്ല എന്ന് തോന്നുവാണെങ്കിൽ അവിടെ വെച്ച് വീഡിയോ സ്കിപ്പ് ചെയ്യുക, നിങ്ങൾ പുറത്തു പോകാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയുന്നു, നമുക്ക് വീടിന് വേണ്ടി ലോൺ എടുത്തവരായിരിക്കാം, അല്ലെങ്കിൽ റെന്റ് കൊടുക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് മറ്റേതെങ്കിലും സേവിങ്സ് ഉണ്ടായിരിക്കാം, FD ഉണ്ടായിരിക്കാം, ചിട്ടി ഉണ്ടായിരിക്കാം. അപ്പൊ അവിടെ എല്ലാം നമുക്ക് കൊടുക്കണം, എന്റർടൈൻമെന്റിന് വേണ്ടി കൊടുക്കണം, ട്രാൻസ്പോർട്ടേഷൻ, ഇപ്പം നമ്മുടെ ബാക്കി ഫുഡ് ആൻഡ് ഗ്രോസറീസ്, ഇപ്പൊ എല്ലായിടത്തും നമ്മൾ അലോക്കേറ്റ് ചെയ്യണം. ഇതെല്ലാം നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്യാം. ഒരു പേഴ്സണിൽ നിന്ന് അടുത്ത പേഴ്സണിലേക്ക് ഈ ഒരു ബഡ്ജറ്റ് അലോക്കേഷൻ ചേഞ്ച് ചെയ്യും. അപ്പൊ നമുക്ക് വേണ്ടത് ഈ ഒരു ടോട്ടൽ സാലറിയുടെ ഒരു 10 അല്ലെങ്കിൽ 15% മാറ്റി വെക്കുക ഫ്യൂച്ചറിന് വേണ്ടി, റിട്ടയർമെന്റിന് വേണ്ടി എന്നുള്ള ഒരേ ഒരു കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഞാനിവിടെ എക്സാമ്പിൾ ആയിട്ട് ഒരു മിഡിൽ ക്ലാസ് മാന്റെ സാലറി 30,000 ആണെങ്കിൽ അതിന്റെ 10% 3,000 രൂപ ഫ്യൂച്ചറിന് വേണ്ടി മാറ്റി വെക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ. അതനുസരിച്ചാണ് കാൽക്കുലേഷൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇവിടെ 3,000 രൂപ, അതായത് ഒരു ദിവസം എത്രയാണ്? 100 രൂപയാണ് അയാളുടെ റിട്ടയർമെന്റിന് വേണ്ടി അദ്ദേഹം മാറ്റിവെക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് SIP ആയിട്ട് നമ്മൾ 3,000 രൂപയിലാണ് നമ്മൾ മന്ത്ലി SIP സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം 3,000 രൂപ മാത്രമാണോ എല്ലാ മന്തിലും നമ്മൾ മന്ത്ലി SIP ചെയ്യാൻ പോകുന്നത്? അല്ല, നമ്മൾ സ്റ്റെപ്പ് അപ്പ് SIP ചെയ്യും. കാരണം SIPയുടെ അഡ്വാൻസ്ഡ് വേരിയേഷൻ ആണ് സ്റ്റെപ്പ് അപ്പ് SIP. കാരണം ഇപ്പം അദ്ദേഹത്തിന്റെ സാലറി 30,000 രൂപയായിരിക്കും മന്ത്ലിയില്. അപ്പം ഒരു വർഷം കഴിയുമ്പോൾ അത് വീണ്ടും സാലറി കൂടാനാണ് ചാൻസ്. അപ്പം അതനുസരിച്ച് നമുക്ക് അതിന്റെ 10% നമുക്ക് SIPയിലേക്ക് വിടാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ അത് ഓർത്തിരിക്കുക. അപ്പൊ നമ്മളൊരു വലിയൊരു പീരീഡിൽ ഒരു 20 അല്ലെങ്കിൽ 30 വർഷം കഴിയുമ്പോഴത്തേനും നമ്മുടെ ഇന്നത്തെ ആ ഒരു ചെറിയ എമൗണ്ട് വളർന്ന് വലിയൊരു എമൗണ്ട് ആയി മാറുന്നു. അതിനുശേഷം SWP വഴി നമുക്ക് ഒരു 60,000 രൂപ മന്ത്ലി വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. എന്ത് മനോഹരമായിട്ടുള്ള ഒരു കാര്യമാണ്. 30,000 രൂപ ഇന്ന് നമ്മൾ മന്ത്ലിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഒരു 20 വർഷം കഴിയുമ്പോൾ നമ്മൾ റിട്ടയർ ആകാൻ സമയമാകുമ്പോഴത്തേനും നമുക്ക് SWP വഴി 60,000 രൂപ വെച്ച് ഓരോ മന്തിലും വലിക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ക്യാപിറ്റൽ ഗ്രോത്തും ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ 60,000 രൂപയല്ല, 60,000 സ്റ്റാർട്ടിംഗ് മന്തിൽ 60,000 വലിക്കും. അതിനുശേഷം മുമ്പോട്ട് പോകുന്നതനുസരിച്ച് നമ്മൾ കൂടുതൽ എമൗണ്ട് വലിക്കാനും സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഞാനിവിടെ ആദ്യം തന്നെ SIP കാൽക്കുലേറ്റർ ആണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. കാരണം നമ്മൾ ഇപ്പൊ നിൽക്കുന്ന സിറ്റുവേഷനിൽ നമ്മളൊരു ഫൈനാൻഷ്യൽ ജേർണി സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ, ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തണമെങ്കിൽ ആദ്യമേ എന്താണ്? നമ്മളൊരു SIP സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ SIP സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ മന്ത്ലി SIP എത്രയാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. മന്ത്ലി SIP ഞാൻ പറഞ്ഞത് 3,000 രൂപയാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് 100 രൂപ പെർ ഡേ. അപ്പൊ ഞാനിവിടെ 3,000 രൂപ എന്ന മന്ത്ലി ഇൻവെസ്റ്റ്മെന്റ് ഞാനിവിടെ മാറ്റി വെച്ചു. ഡ്യൂറേഷൻ എത്രയാണ്? ഡ്യൂറേഷൻ നമ്മൾ ഒരു അപ്രോക്സിമേറ്റ് ഒരു 30 വയസ്സായ ആളെ സംബന്ധിച്ച് ഒരു 50 വയസ്സാകുമ്പോഴത്തേനും ആയിരിക്കും അയാൾ ഒരു റിട്ടയർമെന്റിന് വേണ്ടി മിനിമം പ്ലാൻ ചെയ്യുന്നത്. അതേസമയത്ത് 35 വയസ്സായ ആളെ സംബന്ധിച്ച് 15 വർഷത്തിനുള്ളിൽ ഈ ഒരു ഏണിങ്സിലേക്ക്, ഈ ഒരു വെൽത്തിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഞാൻ എക്സാമ്പിൾ ആയിട്ട് ഒരു ആവറേജ് ഒരു 20 ഇയർ എന്നുള്ള ഒരു പീരീഡ് ഇടുകയാണ്. അപ്പൊ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കാൽക്കുലേഷൻസ് നടത്താൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് എക്സ്പെക്ടഡ് റിട്ടേൺ
ഞാനിവിടെ 12% എടുക്കുന്നത്. അപ്പൊ FD ഒന്നും ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 12% കിട്ടത്തില്ല. ഈ ഒരു 12% അല്ലെങ്കിൽ 12% എബോ റിട്ടേൺ എങ്ങനെ കിട്ടണം എന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ട്. അത് നമുക്ക് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ നമുക്ക് ഈ ഒരു 12%ത്തിലേക്ക് നമുക്ക് കൊണ്ടുവരുത്താൻ സാധിക്കും. അപ്പൊ ഇതിലും നല്ല റിട്ടേൺസ് തന്ന ഫണ്ടുകളാണ്. എങ്കിലും മിനിമം ഒരു 12% എങ്കിലും ഫ്യൂച്ചറിൽ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്ലാനിങ് സക്സസ് ആയിട്ട് നടക്കുന്നതായിരിക്കും. അപ്പൊ ഇതെങ്ങനെയാണ് 12% അല്ലെങ്കിൽ 13-14% ഉണ്ടാക്കി എടുക്കുന്നതെന്ന് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ വാട്സ്ആപ്പ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് ശരിയായ മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യാനും ശരിയായ വെയിറ്റേജോട് കൂടി അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയും നമ്മുടെ ഒരു ഹെൽപ്പ് ഉണ്ടാകുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ 12% ഗ്രോത്തിൽ നമ്മൾ ഈ ഒരു പോർട്ട്ഫോളിയോ ഗ്രോ മന്ത്ലി SIP ഗ്രോ ചെയ്യിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ നമുക്ക് 6 മന്തിൽ നമ്മൾ എന്താണ് ഒരു 10% ടോപ്പ് അപ്പ് SIP ചെയ്യുന്നു. അപ്പം 10% ടോപ്പ് അപ്പ് ആദ്യത്തെ 6 മാസം 3000 രൂപ വെച്ചായിരിക്കും. അതിനുശേഷം 6 മാസം കഴിയുമ്പം പിന്നെയുള്ള മാസങ്ങളിൽ 3300 രൂപ വെച്ച് കെട്ടാൻ തുടങ്ങും. അതിനുശേഷം പിന്നെ 6 മാസം കഴിയുമ്പം പിന്നെയും 10% അതിന്റെ മുകളിൽ പോകുന്ന രീതിയിലാണ് SIP ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇപ്പൊ ഇത് നമുക്ക് പോസിബിൾ ആണ്. 3000 രൂപ ഒരു പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് പോസിബിൾ ആണെന്ന് നോക്കുക. ഇത് പോസിബിൾ ആണെങ്കിൽ ഓക്കെ, ഇത് ഇത്രയും വെയിറ്റിംഗ് പീരീഡ് ഒരു പക്ഷേ കുറവായിരിക്കാം, ചിലപ്പോൾ കൂടുതലായിരിക്കാം. കൂടുതലാണെങ്കിൽ അത്രയും നല്ലത്. അപ്പൊ എത്രയും പെട്ടെന്ന് SIP സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എല്ലാവർക്കും ബെനിഫിഷ്യൽ. അതുപോലെ തന്നെ എക്സ്പെക്ടഡ് റിട്ടേൺ 12% എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. ഇനി ടോപ്പ് അപ്പ് നമുക്ക് 10% ഇടുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, അതും 6 മന്തിൽ, 1 ഇയറിനേക്കാളും നല്ല 6 മന്തിലാണ്. ഓക്കെ, ഇനി നമ്മുടെ ടോട്ടൽ ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് എത്രയാണ്? 79,67,000 രൂപയാണ് നമുക്ക് ടോട്ടൽ ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. ഗെയിൻ 86 ലക്ഷം രൂപ നമ്മുടെ ഒരു ഗെയിൻ വരുന്നുണ്ട്. അപ്പം 1.66 കോടി രൂപയുടെ നമ്മൾ ടോട്ടൽ ഒരു കോർപ്പസിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ SIP ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മുടെ വെൽത്ത് 20 വർഷത്തിനുള്ളിൽ ഉണ്ടാക്കി എടുക്കുന്നത് എന്നുള്ള ഒരു ഗ്രാഫാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ SWP പോകേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ SWP വന്നു. അപ്പൊ നമ്മളൊരു 30 വയസ്സുള്ള ആളാണെങ്കിൽ 3000 രൂപ വെച്ച് മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്ത് ടോപ്പപ്പോട് കൂടി ഇൻവെസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകുന്നു. അയാളുടെ 50 വയസ്സാകുമ്പോൾ അപ്രോക്സിമേറ്റ് ഒരു 1,60,00,000 അല്ലെങ്കിൽ 1,50,00,000 എന്നുള്ളൊരു കോർപ്പസിലേക്ക് വരുന്നു. അപ്പം നമ്മൾ കാൽക്കുലേഷൻ അനുസരിച്ച് 1,66 വന്നത്. അപ്പൊ നമ്മൾ 1,50 എന്നുള്ള രീതിയിൽ എടുക്കുന്നു. ബാക്കി ടാക്സ് ഒക്കെ പോയി ഞാൻ വിചാരിക്കുന്നു. ബാക്കി നമ്മൾ 1.5 കോടി രൂപ വീണ്ടും നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് അവിടെ തന്നെ നിർത്തുന്നു. പക്ഷെ നമ്മൾ മന്ത്ലി വിഡ്രോയിൽ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അവിടെ പിന്നെ SIP ഇല്ല, നമ്മൾ തിരിച്ചു വലിക്കാനാണ് തുടങ്ങുന്നത്. അപ്പൊ മന്ത്ലി പെർ മന്ത് എത്രയാണ് നമ്മൾ വിഡ്രോ ചെയ്യുന്നത്? നമ്മൾ 60,000 രൂപ വെച്ചായിരിക്കും നമ്മൾ വിഡ്രോ ചെയ്യുന്നത്. നമുക്ക് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം. കൂട്ടും കുറച്ച് നോക്കുക. ഞാൻ എക്സാമ്പിൾ ആയിട്ട് ഒരു 60,000 രൂപ വിഡ്രോ ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പം 60,000 രൂപ ഓരോ മന്തിലും ഞാൻ സ്റ്റാർട്ടിങ്ങിൽ വലിക്കാൻ തുടങ്ങുകയാണ്. ഓക്കെ, ഇനി എക്സ്പെക്ടഡ് റിട്ടേൺ 12% ഇതുവരെ. അതായത് ഈ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ 12% വേണ്ടിയാണ് 12%ത്തിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ നമ്മൾ ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ വീണ്ടും നമുക്ക് റിസ്ക് ഇച്ചിരി കുറയ്ക്കാം. കാരണം വലിയൊരു എമൗണ്ടിലേക്ക് വന്നു. ഇനി നമുക്ക് ഇച്ചിരി കൂടെ റിസ്ക് കുറഞ്ഞ കാറ്റഗറിയിലേക്ക് നമ്മുടെ ആ ഹോൾഡിങ്സിനെ മാറ്റാം. അപ്പം നമുക്ക് 12 എന്നുള്ളത് ഞാൻ 10%ത്തിലേക്ക് കൊണ്ടുവന്നു. ഫ്യൂച്ചറിൽ 10% റിട്ടേൺ കിട്ടുന്ന രീതിയിൽ നമ്മൾ കുറച്ചും കൂടെ റിസ്ക് കുറഞ്ഞ കാറ്റഗറിയിലേക്ക് കൊണ്ടുവരികയാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിനെ. അപ്പൊ അതെങ്ങനെയാണ് മാറ്റുന്നതെന്നൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക വാട്സ്ആപ്പ് നമ്പറിൽ. അതുപോലെ തന്നെ നമ്മൾ എത്ര വർഷത്തേക്കാണ് നമ്മൾ വിഡ്രോ ചെയ്യുന്നത്? നമ്മളൊരു 50 വയസ്സായ ആളെ സംബന്ധിച്ച് ഒരു 30 വർഷം, 30 എത്ര വേണമെങ്കിലും വലിക്കാൻ ഞാൻ ഒരു കാൽക്കുലേഷൻ കാണിച്ചു തരാൻ വേണ്ടിയാണ്. ഒരു 30 വർഷത്തേക്കായിരിക്കും നമ്മൾ വിഡ്രോ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ വെയിറ്റിംഗ് പീരീഡ് എത്രയാണ്? വെയിറ്റിംഗ് പീരീഡ് ഒന്നുമില്ല. നമ്മൾ 51ാമത്തെ വയസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ 60,000 രൂപ വലിക്കാൻ തുടങ്ങും. അതുപോലെ തന്നെ 5% ഈ വിഡ്രോയിൽ എമൗണ്ട് കൂട്ടിയാണ് വലിക്കുന്നത്. കാരണം ഇൻഫ്ലേഷൻ പിന്നെ കൂടി പോകും. ആദ്യമേ 60,000 രൂപ മതിയായിരിക്കും നമ്മൾ നമ്മുടെ ചെലവുകൾ കഴിഞ്ഞു പോകാൻ വേണ്ടി. നമുക്ക് മന്ത്ലി 20 വർഷം കഴിയുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഓരോ വർഷം കൂടുമ്പോഴും ഇൻഫ്ലേഷൻ കൂടുന്നതനുസരിച്ച് നമുക്ക് 5% പിന്നെ കൂട്ടി വലിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഞങ്ങളുടെ 5% ഇൻഫ്ലേഷനും അതിനെ ബീറ്റ് ചെയ്യാൻ വേണ്ടി 5% വിഡ്രോയിൽ എമൗണ്ട് കൂട്ടിയിട്ടുണ്ട്. എന്നിട്ട് നോക്കുക, നമ്മുടെ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് 1 കോടി 50 ലക്ഷമായിരുന്നു. അതിൽ നിന്ന് ഓരോ വർഷം കഴിയുമ്പോഴത്തേനും ക്യാപിറ്റൽ ഗെയിൻ കൂടി പോകുന്നുണ്ട്. നമ്മുടെ ഈ ഒരു 30 വർഷം കഴിഞ്ഞിട്ടും നമ്മുടെ പോർട്ട്ഫോളിയോയിൽ 8,20,00,000 ഉണ്ട്. അതുപോലെ തന്നെ 4,78,00,000 രൂപ നമ്മൾ വിഡ്രോയും ചെയ്തു. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ എത്രമാത്രം വലിച്ചു കഴിഞ്ഞാൽ ഇത് തീരാതെ എമൗണ്ട് കൂടി പോകുന്നു. അതുപോലെ തന്നെ നമ്മൾ വലിക്കുന്ന എമൗണ്ട് കൂടി പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതാണ് SIP SWP കോമ്പിനേഷനിലൂടെ നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത്. ഇതിന്റെ പവർ, കോമ്പൗണ്ടിങ്ങിന്റെ പവർ നമ്മൾ ടൈം കൊടുത്തേ പറ്റുള്ളൂ. അപ്പം ഈ ഒരു
SIP-യിലൂടെ നമ്മൾ ഇന്ന് നമ്മൾ മാറ്റിവെക്കുന്ന 100 രൂപയുടെ പവർ ആണ് ഞാൻ ഇവിടെ കാണിച്ചു തന്നത്. അപ്പൊ നമുക്ക് SWP വഴി ഒരു 20 വർഷം കഴിയുമ്പോൾ ഈ രീതിയിൽ നമുക്ക് നമ്മുടെ ഫൈനാൻഷ്യൽ ജേണി, ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അതിനുശേഷം റെഗുലർ ആയിട്ട് നമുക്ക് വിഡ്രോവൽസ് നടത്താൻ സാധിക്കും. അപ്പൊ ആ ഒരു വിഡ്രോവലിനകത്ത് കൂട്ടി വലിച്ചെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് വാല്യുബിൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അവിടെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.